കോട്ടയം ട്രാവൻകൂർ സിമന്റ്സിന്റെ ഫ്യൂസ് ഊരി KSEB 2 കോടി രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് നടപടി. ഇന്ന് രാവിലെയാണ് KSEB ഉദ്യോഗസ്ഥർ എത്തി കണക്ഷൻ കട്ട് ചെയ്തത്. KSEB അധികൃതരുമായി കമ്പനി മാനേജ്മെന്റ് ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. ഇടിവെട്ടിവനെ പാമ്പ് കടിക്കുക എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് കോട്ടയം നാട്ടകത്ത് ഇന്നുണ്ടായത്. കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ സിമന്റിൻ്റെ ഫ്യൂസ് വൈദ്യുത കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂസ് KSEB ഇന്ന് ഊരിയിരിക്കുകയാണ്. വൈദ്യുത ബില്ലിൽ വരുത്തിയ കുടിശ്ശിക മൂലമാണ് കണക്ഷൻ കട്ട് ചെയ്തെന്നാണ് KSEB അധികൃതർ വ്യക്തമാക്കുന്നത്. 76 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാവൻകൂർ സിമന്റ്സ് എന്ന് പറയുന്ന ഈ ഫാക്ടറി. ഈ ഫാക്ടറി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്രൈസിസിലാണ്. അപ്പം കഴിഞ്ഞ 5 മാസക്കാലത്തിന് കൂടുതലായി തൊഴിലാളിക്ക് ശമ്പളം കിട്ടിയിട്ട്, അതുപോലെ തന്നെ കമ്പനിയിൽ പിരിഞ്ഞുപോയ 140ഓളം ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല. 2020 ഏപ്രിലിന് ശേഷം ഈ കമ്പനിയിലെ തൊഴിലാളികൾക്ക് PF അടച്ചിട്ടില്ല. അങ്ങനെ എല്ലാ രീതിയിലും കമ്പനി ക്രൈസിസിൽ നിൽക്കുന്നു. ഈ അവസരത്തിൽ ഈ ക്രൈസിസിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ പിരിഞ്ഞുപോയ ആൾക്കാർ ഗ്രാറ്റുവിറ്റി കിട്ടേണ്ടവരായിട്ടുള്ള ആൾക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുമൊക്കെ ഇടപെട്ടിട്ട് ട്രാവൻകൂർ സിമന്റ്സിൻ്റെ ഭൂമിയാകുന്ന കാക്കനാട് കിടക്കുന്ന 2 ഏക്കർ 79 സെൻറ്റ് സ്ഥലം വിൽക്കാൻ തീരുമാനിക്കുകയും അതിന് ആഗോള ടെൻഡർ ക്ഷണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് കരാർ ഉറപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കമ്പനിയിലേക്ക് ഫണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സമയത്താണ് ഈ കമ്പനിയുടെ പഴയ കുടിശ്ശികയായ 2,20,00,000. അപ്പോൾ ഈ 2,20,00,000 എന്ന് KSEB പറയുന്ന ഈ തുകയിൽ 1,80,00,000 KSEBക്ക് അടയ്ക്കാനുള്ളൂ. ബാക്കി പിഴയായിട്ട് വന്ന തുകകളാണ്. കഴിഞ്ഞ 5 മാസമായി തൊഴിലാളിക്ക് ശമ്പളം കിട്ടാത്തപ്പോഴും ഈ KSEBയുടെ ബില്ലടയ്ക്കുന്നുണ്ട്. ആ ബില്ല് കഴിഞ്ഞ മാസം അടച്ചിരുന്നു. അപ്പം പഴയ കുടിശ്ശിക കിട്ടാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് KSEBയുടെ തീരുമാനം എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ഒരു നോട്ടീസ് പോലും തരാതെ ഇന്ന് രാവിലെ 8 മണിക്ക് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. ഏതാണ്ട് 9:45 KSEBയുടെ ഉദ്യോഗസ്ഥർ വരികയും കമ്പനിയുടെ ഫീസ് ഊരുകയും ചെയ്തു. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇതിനകത്ത് ഗവൺമെൻറ് ഇടപെട്ട് ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ച് ഈ കമ്പനി ഈ തൽക്കാലം പോകുന്ന ഈ ഒരവസ്ഥയിൽ ഇതുപോലെ തന്നെ മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്നാണ് ട്രേഡ് യൂണിയനിൽ ആവശ്യപ്പെടുന്നത്.